Hi, hello friends. Very welcome back to the channel. നമ്മുടെ ചാനലിൽ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് ചാൻ എന്ന പേര് ഇട്ടിട്ട് ഇതിൽ ഫുഡ് മാത്രമേ ഉള്ളൂ, ട്രാവൽ ഒന്നും ഇല്ല എന്ന് ചോദിച്ച കുറച്ച് കമൻറ്റ്സും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ പേര് അത് തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ട്രാവൽ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുറച്ച് സിറ്റുവേഷൻ മൊത്തം മോശമാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന എപ്പോഴും ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് നമ്മൾ ട്രാവൽ ചെയ്യാറുള്ളത്. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ നമുക്ക് അവരെ കൂട്ടിയിട്ട് പുറത്തു പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളായിട്ട് എന്തെങ്കിലും ഇത് സംഭവിച്ചു പോയാൽ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ട്രാവൽ വീഡിയോസ് എല്ലാം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കുന്നത്. എന്ന് കരുതി അവർ ജോലിക്ക് പോകുന്നില്ല എന്നല്ല ഞാൻ മീൻ ചെയ്ത്, പക്ഷെ നമ്മൾ അങ്ങനെ കൂട്ടിപ്പോകണ്ട എന്ന് കരുതിയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വേറെ ട്രാവൽ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും വേറെ വീഡിയോസൊക്കെ വരുന്നുണ്ടല്ലോ വേറെ ചാനലിലേക്കാണ്, അവർ ചെയ്യുന്നുണ്ട്, നമ്മൾ വേണ്ട എന്ന് കരുതിയിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും ഉടനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ചെയ്യുന്നത് ഒരു കുക്കിംഗ് റെസിപ്പി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ദയവായി ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആവോലി കൊണ്ടൊരു മീൻ കറിയാണ് ചെയ്യുന്നത്. ആവോലി വറുത്തരച്ചത്. നമ്മൾ ഇതിന് മുന്നേ ആവോലി കൊണ്ടൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, ആവോലി പൊള്ളിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക, അടിപൊളി റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഐ ബട്ടൺ ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ഐ ബട്ടൺ വരും. അപ്പോൾ അതിൽ നമ്മൾ ഐ കാർഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടു വെക്കുക. അപ്പോൾ നമ്മൾ ആവോലി ചെയ്യുന്നതും റോക്കറ്റ് അടുപ്പ് തന്നെയാണ്. റോക്കറ്റ് അടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളും ഇതേ കൂട്ടൊരു ആവോലി വറുത്തരച്ചതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ കുത്തരി ചോറോ അല്ലെങ്കിൽ നമ്മൾ നല്ല കപ്പയോ ഇതൊക്കെ അതിന് ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളും ഇതേ കൂട്ടൊരു ആവോലി ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആവോലി ഉണ്ടാക്കാൻ റോക്കറ്റ് അടുപ്പ് തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ സാധാരണ വിറകടുപ്പിൽ വെച്ചാലും നമ്മൾ ഇതേ സെയിം ടേസ്റ്റിൽ നമുക്ക് ആവോലി വറുത്തരച്ച കറി കിട്ടും. അപ്പോൾ നിങ്ങളും ഇതേ കൂട്ടൊരു വീട്ടിൽ തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ചേക്കുന്ന നമ്മുടെ ആവോലി ഫിഷാണ്. ഇതിനകത്ത് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞളും മാത്രം ജസ്റ്റ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മാരിനേഷൻ എന്ന് പറയാനില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചേക്കുന്നുള്ളൂ. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞളും. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കണ്ടോ, നമ്മൾ ഇത്രയും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പ്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ, നമ്മുടെ നാളികേരം ഒന്ന് വറുത്തെടുക്കണം. അത് നമ്മൾ സാധാരണ വറുത്തരയ്ക്കുന്ന തീയലിന് ചെയ്യുന്ന കൂട്ട് തന്നെയാണ്. വറുത്തരയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കുക. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് നാളികേരവും നമ്മുടെ കറിവേപ്പിലയും മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ മാത്രം ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ച് നമുക്കെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റോക്കറ്റ് അടുപ്പ്. അപ്പോൾ നിങ്ങൾ നേരത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്ന് കത്തിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഈ ഒരു കറിക്കൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ നമ്മൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പച്ചമുളകൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് ആ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. കാരണം പച്ചമണം മാറാൻ വേണ്ടിയാണ്. നമ്മൾ വറുത്ത പൊടികളാണ് ചേർക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ പച്ച ആണ് നമ്മൾ ചേർക്കുന്നത്. വറുത്തുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ നാളികേരം ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നാളികേരം നമ്മൾ അരച്ചതാണ്, നേരത്തെ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മസാലയിലേക്ക് ജസ്റ്റ് ഒന്ന് കഴുകി ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല. നമ്മൾ കഴുകുന്ന വെള്ളം ഒഴിച്ചാൽ അതിനകത്ത് ആ മസാലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം.
ഇതിൽ നമുക്ക് മുളക് എരിയോ അല്ലെങ്കിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ച് നമ്മുടെ മസാല ഒന്ന് തിളക്കണം. കൊണ്ട് നല്ല രീതിയിൽ നല്ല ചൂടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് റോക്കറ്റ് അടുപ്പിൻ്റെ പ്രത്യേകത, നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ടവലിട്ട് എന്തെങ്കിലും എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്, അല്ലെങ്കിൽ ചൂട് നമുക്ക് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കാൻ നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് നമ്മൾ പറഞ്ഞായിരുന്നു ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും തേച്ച് വെച്ചേക്കുന്ന ഫിഷാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫിഷ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കുക. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കുറവോ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത്. പിന്നെ നമുക്ക് ഇതിനോട് ചേർക്കുന്ന കുറച്ച് പുളി, നമ്മുടെ തോട് പുളി എന്ന് പറയും. പിന്നെ നമുക്കൊരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ നമുക്ക് തീ കത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ലേശം പച്ച വെളിച്ചെണ്ണ മുകളിലും തൂവി കൊടുക്കാം. തൂവി കൊടുത്തിട്ട് അടച്ച് ഒരു 10 മിനിറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല രീതിയിൽ സെറ്റായി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ തീയൊക്കെ ഒന്ന് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ആ ചൂട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണയ്ക്ക് മുകളിൽ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് അടിപൊളി ടേസ്റ്റിൽ ഇപ്പോഴാ ചൂടുണ്ട്. അപ്പം ഇനി നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. കാരണം നമ്മൾ ഇതേ കൂടി ടവൽ എന്തെങ്കിലും വെച്ച് എടുക്കാവില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, നമ്മൾ കയ്യിൽ പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി സെർവ് ചെയ്യാം. സെർവ് ചെയ്യാനായിട്ട് നമുക്ക് ചോറുണ്ട്, പിന്നെ ഇതേ കുറച്ച് സാമ്പാർ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതേ നമ്മുടെ അവോലി കറി. വാവ്, സൂപ്പർ. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് സാമ്പാർ എടുത്താൽ മതി, കാരണം ഫിഷ് കറി ഉള്ളതുകൊണ്ട് നല്ല ചൂടാണ് ഫിഷ്, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. കണ്ടോ, നല്ല ചൂടാണ്. കണ്ടോ, ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൊരിച്ചത്, നമ്മൾ ആവോലി പൊരിച്ചതും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. അതായത് ലേശം ചോറായിട്ട് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഇത് ഇങ്ങനെ എടുത്ത് അസാധ്യ ടേസ്റ്റ് ആയിരിക്കും, അടിപൊളി കിട്ടില്ല ടേസ്റ്റാണ്. കാരണം വെച്ചാൽ നമ്മൾ ഫ്രഷ് മീൻ നല്ല ഫ്രഷായിട്ട് നമുക്ക് ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല, കിട്ടില്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളും ഇതേ കൂട്ടി ആവോലി ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അവോലി വറുത്തരച്ചത് അടിപൊളി കിടിലൻ ടേസ്റ്റാണ്. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കഴിച്ച് തീർത്തിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക.